റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 3 വർഷം തികയുമ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയോടുകൂടി റഷ്യ ഉക്രൈനുമേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമെന്നാണ് ഉക്രൈൻ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഉക്രൈൻ വ്യോമസേന കമാൻഡ് വക്താവ് യൂറി ഇഗ്നാറ്റ് പറയുന്നത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്തര കനത്ത ആക്രമണം 267 ഡ്രോണുകൾ 13 നഗരങ്ങളിലായി ആക്രമണം നടത്തി. ഒപ്പം തന്നെ 5ഓളം ബാലിസ്റ്റിക് മിസൈലുകളും റഷ്യ ഉക്രൈൻ നേർക്ക് പായിച്ചിരിക്കുന്നു. 2022 ഫെബ്രുവരി 24 സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് റഷ്യയും ഉക്രൈനും പോയിരുന്നത്. ഖാർക്കിവ്, പോട്സാവ, സുമി, കൈസ്, ചെർണിഗിസ്, മൈക്കോലൈവ്, ഒഡേസ തുടങ്ങി 13 നഗരങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. 119 പേരെ കാണാനില്ല എന്ന് ഉക്രൈൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഉക്രൈൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്ന പല ഡ്രോണുകളും തങ്ങൾക്ക് തടയാനായി എന്ന് പറയുമ്പോഴും 5 നഗരങ്ങളിൽ വലിയ നാശനഷ്ടം ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടായതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുവാൻ റഷ്യ നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുകയായിരുന്നു. ഏതായാലും യുദ്ധം അവസാനിക്കും എന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നതിനിടയിലാണ് അവസാനിക്കും മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തി യുദ്ധം ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുമെന്ന് തോന്നിക്കുന്ന അവസരത്തിലാണ് ഇത്. ഏതായാലും ഇന്നോ നാളെയോ ഒക്കെ ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.